ഇന്ത്യക്കാരൻ പൈലറ്റായ സ്വകാര്യ ബഹിരാകാശ പേടകം ജൂൺ 11 അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് തിരിക്കുകയാണ്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ആക്സിയം സ്പേസ് ആണ് നാസയും സ്പേസ് എക്സുമായി ചേർന്ന് ബഹിരാകാശ യാത്രാ ദൗത്യം നടത്തുന്നത്. നമ്മൾ പരിശോധിക്കുന്നു, എന്താണ് ഡ്രാഗൺ പേടകം, ആരാണ് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ശുഭാംശു ശുക്ല. ആദ്യം ഡ്രാഗൺ പേടകത്തിലേക്കാണ്. ഇതാണ് ഡ്രാഗൺ പേടകം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയ സ്പേസ് എക്സിന്റെ മാത്രം ബഹിരാകാശ പേടകമാണ് നമ്മൾ ഈ കാണുന്ന ഡ്രാഗൺ. 2011 സ്പേസ് ഷട്ടിൽ പദ്ധതി അവസാനിപ്പിച്ച ശേഷം നാസ ബഹിരാകാശ കമ്പനികളെ ഈ സ്വകാര്യ പേടകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചു. അതിൽ കരാർ കിട്ടിയത് 2 കമ്പനികൾക്കാണ്. ആ 2 കമ്പനികളാണ് നമ്മൾ ഈ കാണുന്നത് പോലെ സ്പേസ് എക്സ്, അതുപോലെ തന്നെ ബോയിങ്. 2 കമ്പനി, സ്പേസ് എക്സിൻ്റെത് ഡ്രാഗൺ പേടകവും അതുപോലെ തന്നെ ബോയിങ്ങിൻ്റെത് സ്റ്റാർ ലൈനുമാണ്. ഈ സ്പേസ് എക്സിന്റെ പേടകമാണ് നമ്മൾ ഈ കാണുന്ന ഡ്രാഗൺ. ബോയിങ്ങിൻ്റെത് സ്റ്റാർ ലൈൻ ആണ്. നമുക്ക് വരേണ്ടത് ഡ്രാഗണിലേക്കാണ്. സ്പേസ് എക്സ് നിർമ്മിച്ചിട്ടുള്ള ഡ്രാഗൺ സീരീസിൽ 2 പേടകങ്ങളാണുള്ളത്. അതിൽ ഒന്ന് ഡ്രാഗൺ 1, മറ്റൊന്ന് ഡ്രാഗൺ 2. ഇത് മനുഷ്യ യാത്രയ്ക്ക് വേണ്ടി ഉള്ളതായിരുന്നില്ല ഡ്രാഗൺ 1. ഉപയോഗത്തിലുള്ളത് ഡ്രാഗൺ 2 സീരീസ് മാത്രമാണ്. ഏതുതരം യാത്രക്കാർക്കും സഞ്ചരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു വാഹനമാണ് നമ്മൾ ഈ കാണുന്ന ഡ്രാഗൺ വാഹനം. പക്ഷേ ഒരു സമയം ഇതിൽ 4 പേരെ മാത്രമേ ബഹിരാകാശത്തേക്ക് അയക്കാൻ കഴിയുകയുള്ളൂ. ഡ്രാഗൺ 2 സീരീസിൽ ഇതുവരെ നിർമ്മിച്ചത് 13 പേടകങ്ങളാണ്. ഇതിൽ 9 എണ്ണം ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. അതിൽ 5 എണ്ണം ക്രൂ പേടകങ്ങളാണ്. ഇനി ഇതിന്റെ പ്രത്യേകതയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഡ്രാഗൺ പേടകത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരികയാണെങ്കിൽ, ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 8.1 മീറ്റർ ആണ്. അതിന്റെ വ്യാസം 4 മീറ്റർ ആണ്, 4 മീറ്റർ ആണ്. വിക്ഷേപണ സമയം, അതിന്റെ ഭാരം എന്ന് പറയുന്നത് 12,500 കിലോഗ്രാം ആയിരിക്കും. ശുഭാംശു ശുക്ലയും സംഘവും ഒക്കെ പോകുന്നത് C213ലാണ്. എന്താണ് C213 എന്ന് പറഞ്ഞാൽ? അത് ഇതിന്റെ ഏറ്റവും പുത്തൻ ഡ്രാഗൺ പേടകത്തിലാണ് നാളെ നമ്മുടെ അഭിമാനമൊക്കെ വാനോളം ഉയർത്താൻ പോകുന്ന ശുഭാംശു ശുക്ലയും സംഘവും പോകാൻ പോകുന്നത്. ഇതിനെ പേരിടുന്നതും ഈ 4 അംഗ സംഘം തന്നെയായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിന്റെ പേരൊക്കെ സംഘം കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പുതിയ പേടകത്തിന് ഈ സംഘം നൽകാൻ പോകുന്ന പേര് അറിയാൻ പറ്റുക. അങ്ങനെ ജൂൺ 11 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഈ ഫാൽക്കൺ 9 റോക്കറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിന്റെ ഹാർമണി മൊഡ്യൂളിന്റെ സെനിത് പോർട്ട് ലക്ഷ്യമാക്കി ഡ്രാഗൺ ക്രൂ C213 പേടകം പുറപ്പെടുമ്പോൾ ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോകുന്ന 2ാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനുമായി മാറുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ശുഭാംശു ശുക്ലയിലേക്കാണ്. 1984 രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T11 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ സഞ്ചാരം നടത്തി. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്ര നടത്തുന്നത്. ഇന്ത്യൻ വംശജരായ കൽപ്പന ചൗളയും സുനിത വില്യംസും ഒക്കെ ഐതിഹാസികമായ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഇന്ത്യയുടേത് എന്ന് പറയാവുന്ന ഒരു നേട്ടമാണ് ശുഭാംശു ശുക്ലയുടെ ഈ ചരിത്രയാത്ര എന്ന് പറയാം. ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ ശുഭാംശു ശുക്ല ഇന്ത്യൻ വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പൈലറ്റായിരുന്നു. സുഖോയ്, മിഗ്, ജാഗ്വാർ, ഹോക്ക് ഡോണിയർ അടക്കമുള്ള യുദ്ധവിമാനങ്ങളൊക്കെ പറത്തുന്ന കോമ്പാക്ട് ലീഡറായിരുന്നു ശുഭാംശു ശുക്ല. 2019 അദ്ദേഹം ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ലിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമാകുന്നത്. ഈ പദ്ധതിയുടെ അവസാനത്തെ 4 പേരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുകയും റഷ്യയിൽ പരിശീലനം നേടുകയും ഒക്കെ ചെയ്താണ്. ശുഭാംശു ശുക്ലയെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ആക്സിയം സ്പേസ് എന്ന സ്ഥാപനം അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് നടത്തുന്ന 4ാമത്തെ വാണിജ്യ ദൗത്യമാണ് ആക്സിയം 4. 65-കാരിയായ പെഗ്ഗി വിറ്റ്സൺ ആണ് ഈ ദൗത്യത്തിലെ ബഹിരാകാശ ഗവേഷണത്തിന്റെ ഈ ദൗത്യത്തിന്റെ നായിക എന്ന് പറയാം. ദൗത്യ നായികയാണ് 65-കാരിയായ പെഗ്ഗി വിറ്റ്സൺ. ഇന്ത്യയെ പോലെ പോളണ്ടും ഹംഗറിയും ഒക്കെ സോവിയറ്റ് കാലത്തിനു ശേഷം ഇപ്പോഴാണ് അവരുടെ ആളുകളെ സ്വന്തം നിലയ്ക്ക് ബഹിരാകാശത്തേക്ക് അയക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ ദൗത്യത്തിനുണ്ട്. ഇനി എന്താണ് ലക്ഷ്യങ്ങൾ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. AX4ലെ ബഹിരാകാശ യാത്രികർ തങ്ങളുടെ 14 ദിവസത്തെ ISS ദൗത്യത്തിനിടയിൽ 31 രാജ്യങ്ങളിലായി 60-ലധികം പരീക്ഷണങ്ങളാകും നടത്തുക. ഈ പരീക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബഹിരാകാശത്തെ മാനസിക, ശാരീരിക ആരോഗ്യം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലൊക്കെയാകും പരീക്ഷണങ്ങൾ പ്രധാനമായും നടത്തുക. മൊത്തം 14 ദിവസത്തെ ദൗത്യമാണ്. 31 രാജ്യങ്ങളിലായി 60-ലധികം പരീക്ഷണങ്ങളാകും നടത്തുക. ഇനി
ശുഭാംശു ശുക്ലയ്ക്കാണ് ഇതിനുള്ള പരീക്ഷണത്തിന്റെ ചുമതല പ്രധാനമായിട്ട് നൽകിയിരിക്കുന്നത്. നാസ നടത്തുന്ന 5 പഠനങ്ങളിലും ശുക്ല ഭാഗമാവുകയും ചെയ്യും. ബഹിരാകാശത്തേക്ക് മനുഷ്യരെ വഹിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ISROയുടെ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ്. ആക്സിയം സ്പേസിന്റെ AX4 ദൗത്യം 650 കോടി രൂപയാണ് ആക്സിയം 4-ൽ ISRO മുടക്കുന്നത്. മലയാളിയായ പ്രശാന്ത് നായരെയാണ് ആക്സിയം 4-ന്റെ ബാക്കപ്പ് പൈലറ്റായി ഉപയോഗിക്കുന്നത് എന്നതും ആക്സിയം 4-ന്റെ ദൗത്യത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ മലയാളികളെയും സംബന്ധിച്ച്, ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് വളരെ നിർണായകമായ, വളരെ സന്തോഷം ജനിപ്പിക്കുന്ന അഭിമാനകരമായ മുഹൂർത്തത്തിനാണ് ജൂൺ 11 വേദിയാകാൻ പോകുന്നത്. കാത്തിരിക്കാം ആ ചരിത്ര നിമിഷത്തിനായി.